മുരിങ്ങയില ചെറുപയറും ചേർത്തൊരു തോരൻ വെക്കാൻ പോകുന്നു. ആദ്യമേ ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിക്കുക. 2 സ്പൂൺ എണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് കടുകിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഉണക്കമുളക് 2 ഉണക്കമുളക് ചെറിയ ഉണക്കമുളക് ഇട്ട് ചൂടാക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് മുരിങ്ങയില എടുത്ത് കഴുകി വൃത്തിയാക്കി അടർത്തിയെടുത്ത മുരിങ്ങയില നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില വാടി വരാൻ വേണ്ടി അതിന് വേണ്ടി ചിലപ്പം ഉപ്പിട്ട് കൊടുക്കാം. മുരിങ്ങയില നല്ല ഗുണമുള്ള സാധനമാണ്. നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് മുരിങ്ങയില. നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അതെടുത്ത് വൃത്തിയാക്കി അടച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് അത് തോരൻ വെക്കുന്നത് നല്ലത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് വാടി വരുമ്പോൾ ഒരു സ്വൽപ്പേ കാണുള്ളൂ. അത് കാരണം ഇച്ചിരി ചെറുപയർ കൂടി ചേർത്താണ് തോരൻ വെക്കുന്നത്. മുരിങ്ങയില പെട്ടെന്ന് വാടും. ഒരു 2 മിനിറ്റ് കൊണ്ട് വാടും. ഒരുപാട് നേരം നമുക്ക് അടച്ചൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് വാടി വന്നു. ഇനി നമുക്ക് അതിൻ്റെയൊക്കെ ചെറുപയറിട്ട് കൊടുക്കാം. ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വേവിച്ച ചെറുപയറാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വേവിച്ച ചെറുപയറും കൂടി ഇട്ട് ഒന്നുകൂടി ഇളക്കി ചെറുപയറും മുരിങ്ങയിലും കൂടി ഒന്നിച്ച് അത് യോജിക്കാൻ വേണ്ടി 2-3 മിനിറ്റ് നേരം നമുക്ക് ഇളക്കി എടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ തോരൻ നമുക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം വെളുത്തുള്ളി, ചുമന്നുള്ളിയും കൂടി ഒതുക്കിയതാണിത്. അതുകൂടി ഇട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. പെട്ടെന്നാണ് ഇതിൻ്റെ തോരൻ. നമ്മൾ ഒതുക്കി വെച്ച് ചെറുപയറും വേവിച്ച് വെച്ചാൽ പെട്ടെന്നത് തോരനാക്കി ഇളക്കി കൂട്ടി മുരിങ്ങയിലയും വാടി ഉണ്ടാകും. മുരിങ്ങയിലൊക്കെ അധികം വേവില്ലാത്തതാണ്. പെട്ടെന്നത് വാടി വന്നു. അതിൻ്റെ കൂടെ ഇച്ചിരി ചെറുപയർ കൂടി ചേർത്താൽ മതി. അപ്പോൾ ഇച്ചിരി തോരനായി. ഒതുക്കിയത് ചേർത്ത് നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് ചൂടായാൽ മതി. പച്ചച്ചവ് മാറാൻ വേണ്ടിയിട്ടൊന്ന് 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. മുരിങ്ങയില തോരൻ, ചെറുപയറും മുരിങ്ങയിലയും കൂടിയുള്ള തോരൻ റെഡിയായി. നമുക്കത് മൂടി വെക്കാം.